അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനാദരവുകൾ നിറഞ്ഞ നാട്ടുകാർ, എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഇതര മത പ്രാസ്ഥാനിക ബന്ധുക്കൾ, മർക്കസു സഖാഫത്തി സുന്നിയ്യ നേരത്തെ ഇവിടെ ഉദ്ഘാടന ഭാഷണത്തിൽ നമ്മോട് പറഞ്ഞ് നാം മനസ്സിലാക്കിയതുപോലെ അതിൻ്റെ അജയ്യമായ 40-ാം വാർഷികം ആഘോഷിക്കുകയാണ്. 4, 5, 6, 7 തീയതികളിലായി മർക്കസ് നഗർ കാരന്തൂരിൽ വെച്ച് റൂബി ജൂബിലി ആഘോഷിക്കുമ്പോൾ കുറച്ചു കാലം പിന്നോട്ട് നാം ഒന്ന് കടന്നു ചെല്ലേണ്ടതുണ്ട്. മർക്കസ് ആരംഭിക്കുന്നത് എങ്ങനെയാണ്? മർക്കസിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് എവിടെ നിന്നാണ്? ഏതൊരു സാഹചര്യത്തിലാണ് മർക്കസ് കേരളത്തിൽ മുളപൊട്ടി വീഴുന്നത്? ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കുറച്ച് മുമ്പോട്ട്, കുറച്ച് പിറകിലോട്ട് ഞാൻ വലിക്കുകയാണ്. 1920കളുടെ കാലം, സ്വാതന്ത്ര്യ പോരാട്ടങ്ങൾക്ക് വേണ്ടി കേരളത്തിന്റെ അങ്ങു നിന്ന് ഇങ്ങോളം, പ്രത്യേകിച്ച് മലബാർ മേഖലകളിൽ മുസ്ലിം സഹോദരങ്ങളും ഹൈന്ദവ സഹോദരങ്ങളും മുഴുവനും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇവിടത്തെ ഫാസിസ്റ്റ് ശക്തികളെ, അതല്ലെങ്കിൽ ഇവിടെ അന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ജന്മിത്ത വ്യവസ്ഥകൾക്കും കുടിയാൻ വ്യവസ്ഥകൾക്കുമെതിരിൽ, അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരന്റെ ഹുങ്കാരങ്ങൾക്കെതിരിൽ ശബ്ദം മുഴക്കി ഇവിടെ പോരാട്ടങ്ങൾ നയിച്ച് ഒരു കാലഘട്ടമുണ്ടായിരുന്നു. പലപ്പോഴും മലബാർ കലാപമെന്നും മാപ്പിള ലഹളയെന്നും പലപ്പോഴും ചരിത്രം അതിനെ പുച്ഛിച്ചു തള്ളിയപ്പോഴും, അതല്ലെങ്കിൽ ബ്രിട്ടീഷ് മാനിഫെസ്റ്റോകൾ മുഴുവനും മാപ്പിള ലഹള എന്ന് അതിനെ മുദ്ര കുത്തിയപ്പോഴും, അതൊരു നാടിന്റെ സംസ്കാരത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി, ഒരു നാടിന്റെ ജനതയുടെ നിലനിൽപ്പിന് വേണ്ടി, ഒരു സമൂഹത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടി, ഒരു സംസ്കാരത്തിന്റെ വീണ്ടെടുപ്പിന് നടത്തിയ പോരാട്ടമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ 1920കളിൽ ആ കാലഘട്ടങ്ങളിലെ ഇസ്ലാമിക നേതൃത്വം കേരളത്തിൽ വഹിച്ചിരുന്ന പണ്ഡിതന്മാരുടെ ആശയങ്ങളെ കേട്ടുകൊണ്ട്, അവരുടെ പ്രോത്സാഹനങ്ങളെ കേട്ടുകൊണ്ട് ബ്രിട്ടീഷുകാരന്റെ തീത്തുപ്പുന്ന പീരങ്കികൾക്ക് മുമ്പിലേക്ക് മുഴുവൻ ആയുധങ്ങളും എടുത്തുകൊണ്ട്, വീട്ടിലുള്ള അടക്കാക്കത്തി വരെ എടുത്തുകൊണ്ട്, തന്റെ നാടിന്റെ നിലനിൽപ്പിന് വേണ്ടി, കൃഷി ചെയ്യുവാനുള്ള അവകാശത്തിന് വേണ്ടി, ജീവിക്കുവാനുള്ള അവകാശത്തിന് വേണ്ടി ഇവിടുത്തെ മാപ്പിള മലബാറിന്റെ മക്കൾ മുഴുവനും പോരാട്ടത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോ പിന്നീട് ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ ദാരുണമാണ്. മാപ്പിള മലബാറിന്റെ മക്കൾ മുഴുവനും പോരാട്ടത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചു. ആ വീടുകളിൽ നിന്ന് പുറത്തുപോയ മുഴുവൻ സഹോദരങ്ങളും പിന്നീട് തിരിച്ചു വന്നിട്ടില്ല. അവരെ ആന്ധ്രമാനിലേക്കും ലക്ഷദ്വീപിലേക്കും തുടങ്ങുന്ന ദ്വീപുകളിലേക്ക് നാടുകടത്തി. അതിനുശേഷം മാപ്പിള മലബാറിന്റെ അവസ്ഥ, പാലക്കാട്, കോഴിക്കോട്, മലപ്പുറം, കാസർഗോഡ് തുടങ്ങിയ ജില്ലകളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. വീട്ടിൽ അധ്വാനിച്ചു കൊണ്ടുവരാൻ ആരുമില്ല, ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ല, ഉണ്ണാൻ വകയില്ല, ഉടുക്കാൻ വസ്ത്രമില്ല, ചോരാത്ത വീടുകൾ അന്നില്ല. ഓലമേഞ്ഞ വീടുകൾ തന്നെ സുന്ദരമായ ഓലമേഞ്ഞു വെക്കാനുള്ള അവസ്ഥ അന്നത്തെ കേരളീയ സമൂഹത്തിനില്ല. ഈ കാലഘട്ടങ്ങളിലാണ് കേരളത്തിലെ മുസ്ലിം കുടുംബങ്ങളിൽ നിന്ന് ചെറിയ ചെറിയ വിദ്യാർത്ഥികൾ, എട്ടും പൊട്ടും തിരിയാത്ത വിദ്യാർത്ഥികളെ മതവിദ്യാഭ്യാസത്തിന് വേണ്ടി അവരുടെ ഉമ്മമാർ പള്ളികളിലേക്ക് പറഞ്ഞയക്കുന്നത്. അന്ന് ആ ഉമ്മമാരുടെ പ്രതീക്ഷ ഇവർ ലോകോത്തര പണ്ഡിതന്മാരായി പുറത്തു വരുമെന്നല്ല, മറിച്ച് ആ ഉമ്മമാരെന്ന് ചിന്തിച്ചത് ഇവർ പള്ളിയിലേക്ക് പോയാൽ, കിതാബോധാനി നിന്നാൽ അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം ആരെങ്കിലും കൊടുക്കും. ആ ഭക്ഷണം കൊണ്ട് ഒരു നേരത്തെ ഭക്ഷണം കിട്ടിയിട്ടെങ്കിലും എന്റെ കുട്ടികളുടെ വിശപ്പൊന്ന് അടങ്ങട്ടെ എന്ന ചിന്തയിൽ ആ വിധവകളായ സഹോദരിമാർ അവരുടെ മക്കളെ പള്ളി ദർസകളിലേക്ക് പറഞ്ഞയക്കുകയാണ്. ഇത്തരമൊരു സാഹചര്യം കേരളത്തിലുണ്ടായിട്ടുണ്ട്. അന്ന് കേരളത്തിന്റെ മുഴുവൻ സാഹചര്യങ്ങളും അടിക്കടി, അതല്ലെങ്കിൽ അധസ്ഥിതി വിഭാഗം കൂടുതൽ താഴ്ന്നു പോവുകയും പണക്കാരൻ കൂടുതൽ പണക്കാരനായി പൊന്തിവരികയും ചെയ്ത ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിലാണ് 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. എന്നിട്ടും OBCയുടെ പേരിൽ, അതല്ലെങ്കിൽ വിദ്യാഭ്യാസം വിദ്യാഭ്യാസത്തിന് പോകാൻ വകയില്ലാതെ, ഭക്ഷണം കൊടുക്കാനില്ലാതെ, നല്ലൊരു വസ്ത്രം കൊടുക്കാനില്ലാതെ, അവന് വേണ്ട സാമ്പത്തിക ചെലവുകൾ മുടക്കാനില്ലാതെ വിദ്യാഭ്യാസ മേഖലയിൽ നിന്നും ഇവിടുത്തെ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപോലെ പിറകോട്ട് വലിഞ്ഞു നിന്നു. മാപ്പിള മലബാർ മൊത്തം വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പിന്നോട്ട് പോയ ഒരു കാലഘട്ടം 1960കളുടെ ഈ കാലഘട്ടത്തിലാണ് ശൈഖുന കാന്തപുരം ഉസ്താദ് അന്ന് ബാക്കയാത്തിലേക്ക് ഉപരിപഠനത്തിന് പോകുന്നത്. അവിടെ നിന്നാണ് മർക്കസ് എന്ന ആശയം ജനിക്കുന്നത്. മഹാനായ കാന്തപുരം ഉസ്താദ്
അന്ന് ഏകദേശം 26 or 27 പ്രായമുണ്ടായിരിക്കും ഉസ്താദിന്. ഉസ്താദ് ബാഖയാത്തിലേക്ക് ഉപരിപഠനത്തിന് പോകുമ്പോ ആ ഉപരിപഠനത്തിൽ കടന്നു ചെല്ലുമ്പോ ക്യാമ്പസ് കാണുകയാണ്. ബാഖയാത്തിന്റെ അതിമനോഹരമായ ക്യാമ്പസ്. അവിടെ ധാരാളം മുതഅല്ലിമുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്ക് ഭക്ഷണം ലഭിക്കുന്നുണ്ട്, അവർക്ക് വസ്ത്രം ലഭിക്കുന്നുണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ട് സകല പരിരക്ഷകളും നൽകിക്കൊണ്ട് ബാഖയാത്തിൽ പാവപ്പെട്ട മുതഅല്ലിമുകളെ പോറ്റിക്കൊണ്ടിരിക്കുമ്പോ മഹാനായ ഉസ്താദിന്റെ മനസ്സിലേക്ക് ഒരു ആശയം കടന്നു വരികയാണ്. എന്റെ കേരളത്തിൽ, എന്റെ കൊച്ചു കേരളത്തിൽ മാപ്പിള മലബാറിന്റെ വ്യത്യസ്ത മേഖലകളിൽ പാലക്കാട് മുതൽ കാസർഗോഡ് വരെ പലപ്പോഴും ദാരിദ്ര്യം അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. നല്ല ബുദ്ധിശക്തി ഉണ്ടായിട്ട് പോലും വിദ്യാഭ്യാസത്തിന് അവകാശമില്ലാതെ ഉന്നത തൊഴിൽ നേടാൻ കഴിയാതെ എന്റെ സമുദായം, എന്റെ സമൂഹം, എന്റെ നാട്ടുകാർ പിറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരെ ഉന്നതിയിലേക്ക് എത്തിക്കണം, അവരെ ഉന്നതിയിലേക്ക് എത്തിക്കണം. അതിനെനിക്ക് ചെയ്യാനാകുന്നത് ബാഖയാത്തിനെ പോലത്തെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെ കേരളത്തിൽ സ്ഥാപിക്കുക എന്നുള്ളതാണ്. 2 വർഷക്കാലത്തോളം ബാഖയാത്തിൽ പഠനം നടത്തി അവിടുന്ന് ബിരുദാനന്തര ബിരുദവും കരഗതമാക്കിക്കൊണ്ട് ശൈഖുനാ കാന്തപുരം നബി ഉസ്താദ് കേരളത്തിലേക്ക് കടന്നു വരുമ്പോ ആ യുവ പണ്ഡിതന്റെ മനസ്സിൽ നിന്നുള്ള ചിത്രം മർക്കസ് സഖാഫത്ത് സുന്നിയുടെ ചിത്രമാണ്, ബാഖയാത്തിന്റെ ചിത്രം. ആ ബാഖയാത്തിനെ പകർത്തി വെച്ചിട്ട് മർക്കസ് എന്ന് പറയപ്പെടുന്ന സ്ഥാപനം സ്ഥാപിക്കണമെന്ന ചിത്രം. ആ ചിത്രവുമായി കടന്നു വന്ന് അന്നത്തെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിത സഭയിൽ ഈ യുവ പണ്ഡിതൻ നിന്നിട്ട് തന്റെ പദ്ധതി അവതരിപ്പിക്കുകയാണ്. ഇവിടത്തെ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വേണ്ടി വിദ്യാഭ്യാസ സൗകര്യം ഒരുക്കണം, അവർക്ക് പാർപ്പിടം നൽകണം, അവർക്ക് ഭക്ഷണം നൽകണം, അവർക്ക് വസ്ത്രം നൽകണം, അവർക്ക് അത്യുന്നതമായ വിദ്യാഭ്യാസങ്ങൾ നൽകണം. അവരെ സമൂഹം ഉന്നതിയായി കാണുന്ന തന്റെ സമുദായത്തിന് നേതൃത്വം കൊടുക്കാൻ ഈ വിദ്യാർത്ഥി പര്യാപ്തനാണ്, ഈ യുവാവ് പര്യാപ്തനാണ് എന്ന നിലയ്ക്ക് സമൂഹം അംഗീകരിക്കുന്ന രീതിയിലേക്ക് ഏതൊക്കെ വിദ്യാഭ്യാസങ്ങൾ ആവശ്യമുണ്ടോ ആ മുഴുവൻ വിദ്യാഭ്യാസങ്ങളും കൊടുക്കാവുന്ന രീതിയിൽ മതബൗദ്ധിക സമന്വയ വിദ്യാഭ്യാസത്തിന്റെ മാതൃകയിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഇവിടെ പടുത്തുയർത്തണം. ശൈഖുനാ കാന്തപുരം ഉസ്താദ് അന്ന് ആ പദ്ധതി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ അവതരിപ്പിച്ചപ്പോ പണ്ഡിത സഭ ഒന്നിച്ച് അതിനെ സ്വാഗതം ചെയ്യുകയാണ്. അതിനുശേഷം ശൈഖുനാ കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ പത്രസമ്മേളനം നടത്തുകയാണ്. ശൈഖുനാ കാന്തപുരം ഉസ്താദും ശംസുൽ ഉലമ ഉസ്താദും അവേലത്ത് തങ്ങളും അടങ്ങുന്ന പണ്ഡിത നേതൃത്വം പത്രസമ്മേളനം നടത്തിയപ്പോ കാന്തപുരം ഉസ്താദ് പ്രഖ്യാപിച്ചു, എന്റെ മനസ്സിലുള്ള വിദ്യാഭ്യാസ പദ്ധതി. ഞാനൊരു കാര്യം കൂടി ക്ഷണിക്കുകയാണ്. 1970-കൾ 1975-കൾ ഇവിടുത്തെ പണക്കാരൻ പോലും 10,000 തികച്ചു കാണാത്ത, അതല്ലെങ്കിൽ 1,00,000 തികച്ചു കാണാത്ത ഒരു കാലഘട്ടം, അരപ്പട്ടിണിയും വെളുപ്പട്ടിണിയുമായി ഇവിടുത്തെ കുടുംബങ്ങൾ കഴിഞ്ഞു പോകുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ഈ സമുദായത്തെ സമുദ്ധരിക്കാൻ എന്റെ പദ്ധതി 1 കോടി രൂപയുടെ പദ്ധതിയാണെന്ന് ശൈഖുനാ ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ് പത്രസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചപ്പോ പലരും വന്ന് പുച്ഛിച്ചു തള്ളി. എന്താ മൂല്യർക്ക് എന്താ വട്ടുണ്ടോ? ഇത്രയും വലിയൊരു പദ്ധതി കേരളത്തിൽ നടപ്പാക്കാൻ ഈ സാമ്പത്തിക പരാധീനതയുടെ കാലഘട്ടത്തിലും സാധിക്കുമോ എന്ന് പുച്ഛിച്ചു തള്ളിയവരും പേപ്പർ വലിച്ചു കയറിയവരും അന്ന് കേരളത്തിന്റെ ചരിത്രത്തിലുണ്ടായിരുന്നുവെങ്കിൽ 1978 ഏപ്രിൽ 18 മഹാനായ ശൈഖുനാ കാന്തപുരം ഉസ്താദ് മർക്കസിന് സയ്യിദ് അലവി മാലിക്കി മക്ക തങ്ങള് ശിലവാക്കുകയാണ്. 1978 ഏപ്രിൽ 18 കാരന്തൂരിൽ തേക്കിൻ ചുവടെന്നറിയപ്പെടുന്ന ആരാരും എടുക്കാതെ ഒഴിവാക്കിയിട്ടിരുന്ന മരുപ്രദേശം CM വലിയുള്ളാഹി തങ്ങളുടെ അനുഗ്രഹവും വാങ്ങിയിട്ട് CM വലിയുള്ളാഹി തങ്ങൾ കാണിച്ചു കൊടുത്ത പ്രദേശത്ത് ശൈഖുനാ കാന്തപുരം ഉസ്താദ് ഒരു ഓലഷെഡ് കെട്ടിയിട്ട് അവിടെ 25 യതീമക്കളെ ശേഖരിച്ചിട്ട് നാട്ടിലുള്ള 25 യതീമക്കൾ, പൂർണ്ണമായും യതീമായവർ, ഉണ്ണാനില്ലാത്തവർ, ഭക്ഷണമില്ലാത്തവർ, വസ്ത്രമില്ലാത്തവർ, വിദ്യാഭ്യാസ മേഖലയിലേക്ക് തങ്ങൾക്ക് കടന്നു ചെല്ലാൻ പോലും അവസരം ലഭിക്കുമെന്ന്, അതല്ലെങ്കിൽ കലാലയത്തിൽ ബെഞ്ചിലിരിക്കാൻ തങ്ങൾക്ക് സാധിക്കുമെന്ന് സ്വപ്നം കാണുക പോലും ചെയ്യാത്ത 25 വിദ്യാർത്ഥികളെ പെറുക്കിയെടുത്തുകൊണ്ട് മഹാനായ ശൈഖുനാ കാന്തപുരം ഉസ്താദ് മർക്കസിന് തുടക്കം കുറിക്കുകയാണ്. 1978 ഏപ്രിൽ 18 25 മക്കളോടെ തുടങ്ങിയ ആ വിദ്യാഭ്യാസ വിപ്ലവം ഇന്ന് കേരളത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ, ഇന്ത്യയുടെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ അതിന്റെ വിപ്ലവകരമായ മാറ്റങ്ങൾ അതിന്റെ വിപ്ലവകരമായ മുന്നേറ്റങ്ങൾ നാം ദർശിച്ചു കൊണ്ടിരിക്കുകയാണ്. 1978 നിന്ന് 2018 നാം ഒന്ന് കൂട്ടുനോക്കിയാൽ 40 വർഷം.
40 വർഷം എന്ന് പറഞ്ഞാൽ ഒന്നിനും തികയാത്ത ഒരു കാലം. ഒരു ജീവിതത്തിൽ നാം ഒരു 40 വർഷം എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ നമ്മുടെ 40 വയസ്സുകൊണ്ട് എന്ത് സാധിച്ചു, എത്ര മുന്നേറാൻ സാധിച്ചു എന്ന് നാം ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി. എന്നാൽ മർക്കസ് എന്ന മഹാവിസ്ഫോടനം സാധിച്ചെടുത്തത് 4 നൂറ്റാണ്ടിനും അപ്പുറത്ത് ചെയ്യാൻ സാധിക്കാത്ത വിപ്ലവകരമായ പ്രവർത്തനങ്ങളായിരുന്നു. കേരളത്തിന്റെയും ഇന്ത്യയുടെയും ലോകത്തിന്റെയും വ്യത്യസ്ത ഭാഗങ്ങളിൽ അധസ്ഥിത വിഭാഗത്തിന് വേണ്ടിയിട്ട്, വിദ്യ നുകരാൻ അവസരമില്ലാത്തവർക്ക് വേണ്ടിയിട്ട്, പാവപ്പെട്ട ജനതയ്ക്ക് വേണ്ടിയിട്ട്, സംസ്കാര ശൂന്യരായിരുന്ന ഒരു ജനത, പരിഹാസം കുത്തിയ ഒരു ജനതയ്ക്ക് വേണ്ടിയിട്ട് മർക്കസും ശൈഖുനാ ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ് എന്ന് പറയപ്പെടുന്ന ഇടറാത്ത ചിത്തവും തന്റെ ഇടറാത്ത ഇച്ഛകളുമായി മുന്നോട്ട് നടന്നുകൊണ്ട് ഒരു സമുദായത്തെ എങ്ങനെ അത്യുന്നതയിലേക്ക് നയിക്കണമെന്ന ഒരു പണ്ഡിതന്റെ ദീർഘദൃഷ്ടികളിൽ നിന്ന് പിറവിയെടുത്തത്. പള്ളിയിൽ ആ കാലഘട്ടത്തെ മുസ്ലിയാക്കന്മാരൊക്കെ തസ്ബീഹ്മാലയും പിടിച്ച് പള്ളിയിലിരിക്കുന്ന ഒരു കാലഘട്ടമെന്ന് പലരും കൊച്ചിച്ചു തള്ളി. മുസ്ലിയാക്കന്മാർക്ക് സമുദായത്തിൽ വിലയില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് കാന്തപുരം ഉസ്താദ് പള്ളിയിൽ ഒതുങ്ങിക്കൂടേണ്ടവരല്ല പണ്ഡിതനെന്നും, പണ്ഡിതന് സമുദായത്തിൽ ചെയ്യുവാൻ ധാരാളം പ്രവർത്തനങ്ങളുണ്ടെന്നും കേരളത്തിന്റെ തെരുവോരങ്ങളിൽ മുഴുവനും കാണിച്ചു കൊടുത്തത്. ഇന്ന് നാം മർക്കസിലേക്ക് കടന്നു ചെല്ലണം. ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ആധുനിക മർക്കസിലേക്ക് ക്ഷണിക്കുകയാണ്. യതീമക്കൾ, നമുക്കറിയാം, അനാഥകൾ. അനാഥത്വത്തിന്റെ ബാല്യം വളരെ കയ്പ് നിറഞ്ഞ അനുഭവമാണ്. ഒന്ന് തലോടാൻ ഉപ്പയില്ലാതിരിക്കുക, വാരിയെടുത്തൊന്ന് ചുംബിക്കാൻ ഉമ്മയില്ലാതിരിക്കുക, സ്കൂളിലേക്ക് പോകുമ്പോ 5 രൂപ തരാൻ, മിഠായി വാങ്ങാൻ 5 രൂപ തരാൻ, 1 രൂപ തരാൻ ജ്യേഷ്ഠനില്ലാതിരിക്കുക, വിദ്യാഭ്യാസത്തിന് പോകാൻ വേണ്ടി ഒരു സാധ്യതകളുമില്ലാതിരിക്കുക എന്ന് പറയുന്നത് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നരകതുല്യമായ യാതനകളാണ് അത് മുഴുവനും. അത്തരത്തിലുള്ള അനാഥ മക്കൾ, ആ അനാഥ മക്കളെ പെറുക്കിയെടുത്ത് മർക്കസ് റൈഹാൻ വാലി സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. 1-ാം ക്ലാസ്സിലേക്ക് കടന്നു വരുന്ന ഒരു കുട്ടിയുടെ പ്രായം 5 വയസ്സാണ്. ഈ 5 വയസ്സുള്ള ഒരു കുട്ടി, ആ കുട്ടിയുടെ 1-ാം ക്ലാസ് മുതൽ അവന് വിദ്യാഭ്യാസത്തിന് വേണ്ട മുഴുവൻ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്ത് അവന് പാഠപുസ്തകങ്ങൾ നൽകി, അവന് നോട്ട് പുസ്തകങ്ങൾ നൽകി, അവന് പേന വാങ്ങി നൽകി, അവന് പെൻസിൽ വാങ്ങി നൽകി, അവന് നല്ല വസ്ത്രം ഉടുപ്പിച്ച്, അവന് ഭക്ഷണം കൊടുത്ത് അവനെ വിദ്യാലയത്തിലേക്ക് പറഞ്ഞയക്കുകയാണ്. അങ്ങനെ 1-ാം ക്ലാസ്സിൽ തുടങ്ങുന്ന ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസം റൈഹാൻ വാലി എന്ന് പറയപ്പെടുന്ന മർക്കസിന്റെ ഓർഫനേജ് അനാഥ മക്കൾക്ക് മാത്രമായിട്ടുള്ള സ്ഥാപനത്തിലേക്ക് നിങ്ങൾ കടന്നു വരികയാണെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ 1-ാം ക്ലാസ്സിലേക്ക് കടന്നു വന്ന കുട്ടി അവന്റെ SSLC പാസ്സായി, +2 പാസ്സായി, ഡിഗ്രി തലത്തിൽ ഇന്ന് അവൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അവന് ഇനി വേണ്ട മാർഗം ഏതാണോ, അവന് ഏത് മേഖലയിലാണോ ജോലി വേണ്ടത്, ഏതാണോ അവന്റെ ഇഷ്ടം, ആ മേഖലയിലേക്ക് അവനെ കൈപ്പിടിച്ച് നടത്താൻ ശൈഖുനയും അതുപോലെ തന്നെ മർക്കസും സന്നദ്ധമാണ്. ബുഖാരി സബക്കിലിരിക്കുമ്പോ ശൈഖുനാ കാന്തപുരം ഉസ്താദിനെ കുറിച്ച് വെറുതെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ആ സമയത്ത് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ എന്നോട് പറഞ്ഞൊരു കഥയുണ്ട്. ആ കൂട്ടുകാരൻ കഴിഞ്ഞ വർഷം സഖാഫി ബിരുദത്തിന് വന്നതാ. ആ കൂട്ടുകാരൻ പറയുകയാണ്, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മർക്കസിലേക്ക് ഞാൻ പ്രവേശിക്കുന്നതിന് മുമ്പ് ഞാനൊരു ദിവസം ബുഖാരി സബക്കിൽ പങ്കെടുക്കാൻ വന്നു. ആ ദിവസം വല്ലാത്തൊരു ദിവസമായിരുന്നു. എന്ന് പറഞ്ഞാൽ ബുഖാരി സബക്ക് കഴിഞ്ഞ് ശൈഖുനാ കാന്തപുരം ഉസ്താദ് എന്നും ദുആ ചെയ്യാറുണ്ട്. കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും വേണ്ടിയിട്ട്, മർക്കസിനെ സഹായിക്കുന്നവർക്ക് വേണ്ടിയിട്ട്, അഹ്ലുസുന്നയുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ശൈഖുനാ കാന്തപുരം ഉസ്താദിന്റെ പ്രാർത്ഥനയുണ്ട്. ഹദീസിന്റെ പാരായണം കഴിഞ്ഞ ഉടനെ, ആ സദസ്സിൽ നിന്ന് പ്രാർത്ഥന കഴിഞ്ഞ ഉടനെ ഒരു ചെറുപ്പക്കാരൻ ബേക്കിലെ നിരയിൽ നിന്ന് എഴുന്നേറ്റ് വരികയാണ്. അതൊരു മുതഅല്ലിമല്ല, മറിച്ച് ഒരു നാടൻ ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് വരികയാണ്. എഴുന്നേറ്റ് വന്നിട്ട് ആ നാടൻ ചെറുപ്പക്കാരൻ, എന്നോട് എന്റെ കൂട്ടുകാരൻ പറയുക, ആ നാടൻ ചെറുപ്പക്കാരൻ കുറച്ച് നോട്ടുകൾ ഉസ്താദിന് കൈമാറുന്നു. ആ കുട്ടിയെ കാണുന്ന ഉടനെ തന്നെ ഉസ്താദ് തിരിച്ചറിയുന്നു, ഉസ്താദ് ചേർത്ത് പിടിക്കുന്നു, ഉസ്താദ് മുഖത്ത് ചുംബിക്കുന്നു. എന്നിട്ട് ആ പൈസ വാങ്ങാൻ കൂട്ടാക്കാതെ ഉസ്താദ് പറയുന്നു, മോനെ, എന്റെ വീട്ടിലെ പരാധീനതകൾ എനിക്കറിയാം, എനിക്ക് ഉമ്മയുണ്ട്, ആ ഉമ്മക്ക് രോഗമാണ്, ഉമ്മക്ക് മരുന്ന് വാങ്ങാനുണ്ട്, എനിക്ക് പെങ്ങന്മാരെ കെട്ടിച്ചയക്കാനുണ്ട്, എന്നിട്ടും നീ എനിക്ക് എന്തിനാണ് കാശ് തരുന്നത് ചോദിക്കുമ്പോ ഉസ്താദിനെ ഉസ്താദെ എന്ന് വിളിക്കുന്നതിന് പകരം ഉപ്പ എന്ന് വിളിച്ചുകൊണ്ട് ഇരു കണ്ണിൽ നിന്നും കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് ആ ചെറുപ്പക്കാരൻ പറയുന്നൊരു വാക്കുണ്ട്, ഞാൻ ആ എന്ന് പഠിക്കുമെന്ന് പോലും ചിന്തിക്കാത്ത ഒരു കാലഘട്ടത്തിൽ എന്നെ കൈപിടിച്ചു കൊണ്ടുവന്ന് എന്റെ തോളത്ത് കൈവച്ച് സംസാരിച്ച് എനിക്ക് ആ എന്ന അക്ഷരം നുകരാൻ
ആദ്യമായിട്ട് അവസരമൊരുക്കി തന്നത് ഉപ്പ അങ്ങാണ്. അതുകൊണ്ട് ഈ പണം ഞാൻ ആദ്യമായി സമ്പാദിച്ച എന്റെ ശമ്പളം അത് ഉസ്താദിനുള്ളതാണെന്ന് പറഞ്ഞുകൊണ്ട് ഉസ്താദിന്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുമ്പോ ഉസ്താദും ആ ചെറുപ്പക്കാരനും ഒരുപോലെ കരഞ്ഞു പോവുകയാണ്. ഇത്തരം ധാരാളം സാഹചര്യങ്ങൾ മർക്കസിൽ വന്നാൽ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞു വന്നത് മർക്കസ് റൈഹാൻ വാലിയെ കുറിച്ചാണ്. ഈ റൈഹാൻ വാലിയിൽ 1ാം ക്ലാസ്സിലേക്ക് കടന്നു വന്ന് +2 തലവും ഡിഗ്രി തലവും പൂർത്തിയാക്കിയിട്ട് ഏകദേശം 3200-ലധികം വിദ്യാർത്ഥികൾ ഇന്ന് അവരുടെ വിദ്യാഭ്യാസ യോഗ്യതക്കനുസരിച്ച തൊഴിലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. 3200 വിദ്യാർത്ഥികൾ റൈഹാൻ വാലിയിൽ നിന്ന് പുറത്തിറങ്ങി